ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ന്യൂ ഇയറിൻ്റെ വീഡിയോ ആണ്. ന്യൂ ഇയറിൻ്റെ വിശേഷങ്ങളൊക്കെ ചേർന്നൊരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ന്യൂ ഇയർ അടിച്ചു പൊളിക്കാനായിട്ട് നമ്മളും പുറപ്പെട്ടിരിക്കുകയാണ് കേട്ടോ വീട്ടിൽ നിന്നും. അപ്പോൾ നമുക്ക് എങ്ങോട്ടാണ് പോകുന്നത്, അവിടുത്തെ വിശേഷങ്ങളും എല്ലാം കാണാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്ക് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ന്യൂ ഇയർ ആഘോഷിച്ചത്? വീട്ടിലാണോ, പുറത്താണോ, അതോ കൂട്ടുകാരായിട്ടാണോ, അതോ എവിടെയാണെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ 2023 എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വർഷമാണോ, അതോ ഒരുപാട് നഷ്ടമായിട്ടുള്ള ഒരു ബാഡായിട്ടുള്ള വർഷമാണോ, എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് എൻ്റെ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് സമയം തമ്മിൽ കുറച്ച് വ്യത്യാസം വന്നതുകൊണ്ട് നമുക്ക് പോകാൻ നേരം ജസ്റ്റ് മീറ്റ് ചെയ്യാനേ പറ്റിയിട്ടുള്ളായിരുന്നു. അപ്പം നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ അവർ വന്ന വണ്ടി, അവരും ചേച്ചിയും അനിയനും വൈഫും ഒക്കെ ആയിരുന്നു വന്നത്. അപ്പോൾ അവർ വന്ന വണ്ടിയാണിത്. അപ്പോൾ അവർ വന്ന വണ്ടി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ അവരിറങ്ങുമ്പോൾ നമുക്ക് അവിടെ സ്ഥലത്ത് കയറ്റിയിടാലോ എന്നും പറഞ്ഞിട്ട് അവർ നമ്മളെ വെയിറ്റ് ചെയ്ത് നിന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പേസിലോട്ട് വണ്ടി കയറ്റിയിടുവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവർ കുറേ നേരമായി വൈകുന്നേരത്തെ വന്നതായതുകൊണ്ട് അവർ പോവാണ്. അപ്പോൾ ടാറ്റയൊക്കെ പറഞ്ഞാണ്ട് ചേച്ചി പോവാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 2023 പ്രത്യേകിച്ച് ഭയങ്കര നല്ലതെന്നും പറയാനില്ല, ഭയങ്കര മോശമെന്നും പറയാൻ പറ്റാത്ത ഒരു വർഷമായിരുന്നു. പക്ഷേ അതിന് മുന്നത്തെ നമ്മുടെ 2022 എനിക്ക് അത്ര പോരായിരുന്നു, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു വർഷവുമായിരുന്നു. അപ്പോൾ ഇനി വരുന്ന വർഷം എന്തായാലും എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും നമ്മുടെ ആഗ്രഹങ്ങൾക്കൊത്ത് ഉയരാനും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനും ഒക്കെ പറ്റുന്ന നല്ലൊരു വർഷമാകട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നത് എവിടെയാണെന്ന് ഇപ്പം തന്നെ കുറേ പേർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. നമ്മൾ വന്നത് കൊല്ലം ബീച്ചിലാണ് വന്നത്. ഈ വർഷം ന്യൂ ഇയർ നമുക്ക് ഇവിടെ ആഘോഷിക്കാം എന്നൊരു പ്ലാനുമായിട്ടാണ് നമ്മളിവിടെ എത്തിയത് കേട്ടോ. അപ്പോൾ ഇവിടെ ദാണ്ടെ ഇപ്പം സമയം അധികമൊന്നും ആയിട്ടില്ല, ഒരു 8 മണി 7 മണി 8 മണി അങ്ങനെയൊക്കെയുള്ളൊരു സമയമാണ് കേട്ടോ. 8 മണിയൊക്കെ കഴിഞ്ഞൊരു സമയമാണ്. എല്ലാവരും 12 മണി വരെ ഇവിടെ കൂടുതലും നിൽക്കാനായിരിക്കും എല്ലാവരുടെയും പ്ലാന്. അപ്പം നമുക്കും അങ്ങനെ ഒരു പ്ലാനോടാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. അപ്പം ഇവിടെ കുറച്ച് പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നുണ്ട്, ചെറിയ രീതിയിലൊക്കെയുള്ള പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ കുറേ പേര് ഇരിക്കുന്നും കിടക്കുന്നതും ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഇരുന്ന് കളിക്കുന്നും അങ്ങനെ കുറേ പരിപാടികളായിട്ട് നിൽക്കുകയാണ്. അപ്പം നമ്മളിവിടെ ഇരിക്കണോ, കളിക്കണോ, എന്ത് ചെയ്യണം, നടക്കണോ, ഇനി പാർക്കിലോട്ട് പോകണോ, എന്ത് വേണോ എന്നിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ.
അപ്പോൾ നമ്മൾ കുറേ നേരത്തെ വന്നതുകൊണ്ട് തന്നെ ഈ ഒരുപാട് നേരം നമ്മൾ 12 മണിക്കായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അത്രയും നേരം പിള്ളേരുമായിട്ട് നിൽക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പിന്നെയും വീണ്ടും ഇങ്ങനെ കുറച്ച് നടന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ചെരുപ്പൊക്കെ 100 രൂപയ്ക്ക് 50 രൂപയ്ക്കും ഒക്കെ വിൽക്കുന്നുണ്ട്. പിന്നെയും നമുക്ക് അത്രയും നേരം ഇനിയും നിൽക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ എന്തായാലും അങ്ങ് വീട് പിടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു റെസ്റ്റോറൻറ്റിൽ വന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ച് ദാണ്ടെ ശിവ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ വന്ന് ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ട്. ന്യൂ ഇയറിൻ്റെ ഇതൊക്കെ ആയിട്ടുള്ള കുറച്ച് ഡെക്കറേഷനൊക്കെ ചെറിയ രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഉള്ള പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. ബാക്കിൽ എന്തോ പരിപാടിയുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ടും പോയി നോക്കണം അവിടെ എന്തുവാണ്. അപ്പം നമുക്ക് ഇനി നേരെ കയറാം ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു അൽഫാം കഴിക്കണമെന്ന് തോന്നി. അപ്പോൾ അൽഫാമിൻ്റെ ഒരു ക്വാർട്ടറാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ എനിക്കത് ഇഷ്ടമാണ്, അങ്ങനെ അത് കഴിക്കാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണ്. പിന്നെ ചേട്ടന് അപ്പമാണ് കഴിക്കാൻ, അതിന് വരുത്തതേ ഉള്ളൂ, കുറച്ച് ലേറ്റായിട്ടുണ്ട് ഫുഡ് വരാൻ. അപ്പോൾ അപ്പവും പിന്നെ ചിക്കൻ ബിരിയാണിയുമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ദാണ്ടെ വന്നിട്ടുണ്ട്, ഇനി ഫുഡ് കഴിക്കാം. അപ്പോൾ നമ്മൾ ഭയങ്കര ഭക്ഷണപ്രിയൊന്നും അല്ല കേട്ടോ, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കാറുണ്ട്, ഹോട്ടൽ ഫുഡ്. അപ്പം നമ്മുടെ വീഡിയോ ഇതുവരെ ഇത്രയും കണ്ടതിനും താങ്ക്സ്. അപ്പം ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. അപ്പോൾ അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.